അവന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ ബഹുമാന്യനായ പാസ്റ്റർ വിൽസൺ, എന്നെ ഈ യോഗത്തിനായിട്ട് ക്ഷണിച്ച പ്രിയ സഹോദരൻ ജെയ്സൺ, മാന്യ സഹോദരന്മാർ, സഹോദരിമാർ, ഈ മാധ്യമത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന മറ്റ് ഇടങ്ങളിൽ ഉള്ള പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കും. നിങ്ങളോട് ഒരുമിച്ച് ലഭിച്ച കൂട്ടായ്മയ്ക്കായി കർത്താവിന് നന്ദി പറയുന്നു. വീണ്ടും നിങ്ങളോട് ദൈവവചനം പങ്കിടാൻ നിങ്ങൾ ക്ഷണിച്ചതിനും താല്പര്യം കാണിച്ചതിനും വിശേഷാൽ ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തും. നിങ്ങളെല്ലാവരെയും കർത്താവ് സുരക്ഷിതരായി പരിപാലിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. എന്നെ ശുശ്രൂഷിപ്പാൻ ക്ഷണിച്ച ചർച്ചകളെ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ ഷാർജയിലുള്ള നിങ്ങളുടെ ചർച്ചിനെയും ഞങ്ങൾ പ്രാർത്ഥനയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർത്തിരുന്നു. കൂടുതൽ ആമുഖമില്ലാതെ ഇന്ന് പകലിലെ സന്ദേശത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ പങ്കിടുന്ന വേദഭാഗം ദയവായി നിങ്ങളുടെ വേദപുസ്തകം തുറന്ന് നിങ്ങളുടെ മുൻപിൽ വെക്കണം. കഴിയുമെങ്കിൽ കുറിച്ചെടുക്കണം. പിന്നീട് നിങ്ങളത് ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കും. ഇന്നത്തെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് ഹൃദയം കലങ്ങരുത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ വാക്യം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. മഹാനായ മാർട്ടിൻ ലൂതറിന്റെ ഭാഷയിൽ the best and most comforting sermon that the Lord Christ delivered on earth. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ നൽകിയ ഏറ്റവും മഹത്തരവും ഏറ്റവും ആശ്വാസകരവുമായ വചനം എന്നാണ് മാർട്ടിൻ ലൂതർ യോഹന്നാൻ 14-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഒരു പ്രത്യേക സബ്ജക്റ്റ് ആണെങ്കിലും സമയത്തിന്റെ പരിമിതികൾ നമുക്കുള്ളത് കൊണ്ട് 1-ാമത്തെ വാക്യമാണ് നാം ഇന്ന് പകലിൽ ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 13-ാം അധ്യായത്തിൽ ആരംഭിച്ച് 17-ാം അധ്യായത്തിൽ അവസാനിക്കുന്ന ഒരു രാത്രിയിലെ സംഗമത്തിന്റെ വർണ്ണനയാണ് നാം കാണുന്നത്. ഇതിനെ വേണമെങ്കിൽ കർത്താവിന്റെ യാത്രാമൊഴി എന്ന് വേണമെങ്കിൽ വിളിക്കാം. നമുക്കറിയാം, നമുക്ക് വളരെ പ്രിയപ്പെട്ട ആരെങ്കിലും നമ്മുടെ അസാന്നിധ്യത്തിൽ വേർപെട്ടു പോയാൽ, മരിച്ചു പോയാൽ, നാം ആ സ്ഥലത്ത് വരുമ്പോൾ ചോദിക്കുന്ന ഒരു പതിവ് ചോദ്യമാണ്, എന്താണ് അപ്പച്ചൻ അല്ലെ അമ്മച്ചി അവസാനം പറഞ്ഞത്? So last words are always important. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത് ആരംഭത്തേക്കാൾ അവസാനം നല്ലത്. ഇപ്പൊ നമ്മുടെ എല്ലാം ജീവിതം ആരംഭത്തേക്കാൾ അവസാനം നന്നായിരിക്കണം. ഈ വേദഭാഗങ്ങളുടെ ശൈലി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒറ്റ ഇരിപ്പിൽ ഈ 13-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെ ഒറ്റ ഇരിപ്പിൽ ഇരുന്ന് വായിക്കണം. ഒരു മാരത്തൺ സെർമണാണ് കർത്താവിൻ്റെ. സമയമില്ലാത്ത ഒരു ഘട്ടത്തിൽ തൻ്റെ 12 ശിഷ്യന്മാരോട് അതിലൊരാൾ 13-ാം അധ്യായത്തിന്റെ ഒരു ഭാഗത്ത് വെച്ച് ഇറങ്ങിപ്പോയി. ബാക്കി 11 പേരോട് ദീർഘമായുള്ള ഹൃദയം തുറന്നുള്ള കർത്താവിന്റെ പ്രകാശനമാണ് നാം കാണുന്നത് 14, 15, 16 അധ്യായങ്ങളിൽ. 17-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന നടത്തും.
എന്തുകൊണ്ടാണ് കർത്താവ് തൻ്റെ ഈ പ്രഭാഷണം ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്? ഇവരുടെ ഹൃദയം ഓൾറെഡി കലങ്ങിയാണ് ഇരിക്കുന്നത്. കാരണം 13-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും. 13-ാം അധ്യായത്തിന്റെ അവസാനം പത്രോസിനെ നോക്കി പറഞ്ഞു, നീ എന്നെ തള്ളി പറയും. ഇപ്പോൾ വളരെ കലുഷമായ ഒരു അന്തരീക്ഷമാണ് അവിടെ. താൻ അവരെ വിട്ടു പോകാൻ പോകുകയാണെന്ന് കർത്താവ് ആവർത്തിച്ചു പറഞ്ഞു. നിങ്ങളൊന്ന് ഭാവന കണ്ടേ. ജീവിതത്തിൽ സകലതും വിട്ടുകളഞ്ഞ് സമൂഹത്തിലെ അപ്രധാനിയായ ഒരാശാരിയുടെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചവരാണിവർ. ഒത്തിരി പ്രതീക്ഷകൾ, ഒത്തിരി സ്വപ്നങ്ങൾ. പക്ഷേ ഇവിടെ താൻ പറയുകയാണ്, ഐ ആം ഗോയിങ്, ഞാൻ നിങ്ങളെ പിരിയുകയാണ്. ശ്രദ്ധിക്കൂ, കർത്താവിന്റെ ഹൃദയവും ഈ സമയത്ത് കലങ്ങിയാണ് ഇരിക്കുന്നത്. 13-ാം അധ്യായം 21-ാം വാക്യം പറയുന്ന ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി. പക്ഷെ കർത്താവിന്റെ ഹൃദയത്തിന്റെ കലക്കവും ശിഷ്യന്മാരുടെ ഹൃദയത്തിന്റെ കലക്കവും തമ്മിൽ വലിയ അന്തരമുണ്ട്. കർത്താവിന്റെ ഹൃദയത്തിന്റെ കലക്കം സംഭവിക്കാൻ പോകുന്ന, വരുവാൻ പോകുന്ന അപമാനത്തെക്കുറിച്ചോ പീഡനത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ ഓർത്തല്ല, മറിച്ച് തൻ്റെ പ്രിയപ്പെട്ടവരായ ഈ 12 പേർ അഭിമുഖീകരിക്കാൻ പോകുന്ന കലക്കത്തെ ഓർത്താണ്. വളരെ ശ്രദ്ധേയമാണ് ഈ ചിന്ത. സ്വന്തം പ്രതിസന്ധി ഓർത്തല്ല കർത്താവിന്റെ ഹൃദയം കലങ്ങുന്നത്. കർത്താവിന്റെ ഹൃദയം കലങ്ങുന്നത് താൻ അരുമയായി സ്നേഹിക്കുന്ന ഈ 12 പേരുടെ ഹൃദയ കലക്കത്തെ ഓർത്താണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം കർത്താവിനെ അടുത്ത് മനസ്സിലാക്കും തോറും കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹവും ഭക്തിയും സമർപ്പണവും കൂട്ടായ്മയുടെ ആഴവും വർദ്ധിക്കുന്നതിൻ്റെ ഒരു കാരണം കർത്താവിൻ്റെ ഈ കമ്പാഷനാണ്. ദൈവത്തിന് മഹത്വം. കർത്താവിന് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് കർത്താവിന് എന്തുകൊണ്ട് ഹൃദയകലക്കമില്ല? കാരണം കർത്താവിന് സംഭവിക്കാൻ പോകുന്നത് യാദൃച്ഛികമായ ഒന്നല്ല, കർത്താവ് സ്വയം തെരഞ്ഞെടുത്തതാണ്. നിങ്ങളൊന്ന് മറിച്ച് 14-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം, 31-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, അത് തന്നെ ഒരു സന്ദേശമാണ്. എഴുന്നേൽപ്പിൻ, നാം പോകാം. മഹാനായ സ്പർജൻ പറയുന്നത് ഇറ്റ് ഈസ് എ കമാൻഡ് ഓഫ് എ ജനറൽ എന്നാണ്. ഒരു പടത്തലവൻ യുദ്ധക്കളത്തിലേക്ക് പോകാൻ വിളിച്ചു കൊണ്ടുപോകുന്ന തീക്ഷ്ണതയോടെ എഴുന്നേൽക്ക്, നാം പോകാം. എങ്ങോട്ട് പോവുക? അപമാനത്തിലേക്ക്, പീഡനത്തിലേക്ക്, മരണത്തിലേക്ക്. ഇപ്പൊ കർത്താവിനൊരു ഹൃദയകലക്കമില്ല, മറിച്ച് തന്നോടൊപ്പമുള്ളവർ ഹൃദയം കലങ്ങുന്നതിൽ കർത്താവ് അവരെ സഹായിക്കാൻ ഒരുങ്ങുകയാണ്. നമ്മുടെ ജീവിതത്തിലെ സൗകര്യങ്ങൾക്കകത്താണോ നാം മറ്റുള്ളവരെ സഹായിക്കുന്നത്? അതോ നമ്മുടെ സൗകര്യങ്ങൾ വേണ്ടെന്ന് വെച്ചാണോ നാം മറ്റുള്ളവരെ സഹായിക്കുന്നത്? നമ്മുടെ സൗകര്യങ്ങൾക്കകത്ത് നാം മറ്റുള്ളവരെ സഹായിക്കുന്നത് ക്രിസ്ത്യാനിത്വമല്ല, അത് വെറും ഹ്യൂമൻ കമ്പാഷനാണ്. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്
എന്റെ അസൗകര്യങ്ങൾക്കിടയിലും മനസ്സു തുറക്കാനുള്ള, കരം തുറക്കാനുള്ള മനോഭാവമാണ്. കിഴക്കോട്ട് പോകുന്ന വണ്ടിയിൽ സഞ്ചരിക്കുന്നയാള് കിഴക്കോട്ട് പോകുന്ന ഒരു സഹോദരനെ കൂടെ തന്റെ വാഹനത്തിൽ കയറ്റുന്നതിൽ ഒരു പ്രത്യേകതയുമില്ല. അത് പരിചയമില്ലാത്ത ഒരാൾക്ക് കൈ കാണിച്ചാൽ അയാൾ വേണേ ചെയ്തു തരും. പക്ഷെ എനിക്ക് കിഴക്കോട്ട് പോകേണ്ടിയിരിക്കെ പടിഞ്ഞാറോട്ട് പോകാൻ നിൽക്കുന്ന ഒരു സഹോദരനെ എന്റെ വാഹനത്തിൽ കയറ്റി അയാളുടെ സ്ഥലത്ത് കൊണ്ടാക്കിയിട്ട് തിരികെ പോകുന്നതിന്റെ പേരാണ് ക്രിസ്ത്യാനിത്വം. നമ്മുടെ സമൂഹത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അവയൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നത് ദുഃഖകരമായ യാഥാർത്ഥ്യം. ഹൃദയം കലങ്ങും. ഹൃദയം കലങ്ങരുത് എന്ന് കർത്താവ് പറയുന്നത് യഥാർത്ഥത്തിൽ വേദപണ്ഡിതന്മാരുടെ ഭാഷ്യത്തിൽ ഈ വാക്യം ഇങ്ങനെയല്ല പരിഭാഷപ്പെടുത്തേണ്ടിയിരുന്നത്. ഈ വാക്യം പരിഭാഷപ്പെടുത്തിയിരുന്നത് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്, സ്റ്റോപ്പ് ലെറ്റിംഗ് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്. മലയാളത്തിൽ ഏകദേശം പരിഭാഷപ്പെടുത്തിയത് നിങ്ങളുടെ ഹൃദയം കലങ്ങിയത് മതി. അഥവാ അവരുടെ ഹൃദയം ഗ്രഹിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിയത് മതി. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, നിങ്ങളോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ള സന്ദേശം ഹൃദയം കലങ്ങിയത് മതി. ദൈവത്തിന് മഹത്വം. കാരണം നമുക്ക് നിയന്ത്രണമില്ലാത്ത, നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായതയുടെ മുമ്പിലാണ് നാം നിൽക്കുന്നത്. മതി ഹൃദയം കലങ്ങിയത്. രക്തം ജയം. എന്തുകൊണ്ടാണ് ഹൃദയം കലങ്ങിപ്പോകുന്നത്? എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ച 8 കാരണങ്ങൾ ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. 1, ഹൃദയം കലങ്ങിപ്പോകുന്ന ഒരു കാരണം ഭീതി, ഫിയർ. ഭീതി തന്നെ നമുക്കൊരു വിഷയമായിട്ട് എടുത്ത് ദീർഘമായി പഠിപ്പിക്കാം. പല നിലയിലുള്ള ഭീതികൾ ഉണ്ടല്ലോ. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭീതി, മനുഷ്യജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഭീതി മരണഭീതിയാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരെ അവൻ വിടുവിച്ചു എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ആ ഭീതിയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഞാൻ മറ്റൊരു ഭീതി, മനുഷ്യനെ അലട്ടുന്ന, മനുഷ്യന്റെ ഹൃദയം കലക്കുന്ന, സാങ്കത്യമുള്ള മറ്റൊരു ഭീതിയെ മാത്രം തൊടുന്നുള്ളൂ. ആ ഭീതി ആരോട് തെറ്റ് ചെയ്തുവോ ആ ആളെ കാണുമ്പോഴുള്ള ഭീതി. ആധാരവാക്യം ഉൽപ്പത്തി 32:7. അപ്പോൾ യാക്കോബ് ഏറ്റവും ഭ്രമിച്ച് ഭയപരവശനായി. ഒരു പരിഭാഷ എഴുതിയിരിക്കുന്ന he was troubled. അതാണ് ഞാൻ ആ വാക്യം എടുക്കാൻ കാരണം. എന്തുകൊണ്ടാണ് യാക്കോബ് ഭ്രമിച്ചു ഭയപരവശനായത്? താൻ ആരോട് തെറ്റ് ചെയ്തോ ആ ആൾ തന്റെ മുൻപിലേക്ക് വരുന്നു. ആരെയാണോ താൻ കബളിപ്പിച്ചത്, ഏശാവ് എന്ന ജ്യേഷ്ഠ സഹോദരൻ തന്റെ അടുക്കലേക്ക് വരുന്നു എന്നത് യാക്കോബിന്റെ ഉള്ളിൽ ഭീതി പടർത്തി. ആ ഭീതിയുടെ ആഴം യാക്കോബ് പറയുന്നുണ്ട്. യാക്കോബ് പറയുന്ന ശ്രദ്ധേമേറിയ ഒരു പദമുണ്ട്, നിന്റെ മുഖം ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെ ഞാൻ കാണുന്നു. ഞാൻ ആ വാക്യത്തിന്റെ മുൻപിൽ ദീർഘസമയം ധ്യാനപൂർവം ഇരുന്നിട്ടുണ്ട്. ദൈവത്തിന്റെ മുഖം കാണാൻ കഴിയുമോ നിങ്ങൾക്ക്? ദൈവത്തിന്റെ മുഖം കാണാൻ കഴിയും നിങ്ങൾക്ക് നിങ്ങൾ ആരോട് തെറ്റ് ചെയ്തോ ആ ആളെ കാണുമ്പോൾ. നാം ആരോട് ദോഷം ചെയ്തോ
അയാളുടെ മുഖം ദൈവമുഖമായി കാണും എന്ന് പറഞ്ഞാൽ മനസാക്ഷിയുടെ നേരെ ദീർഘമായ ഒരു ആയുധം കൊണ്ട് കുത്തുന്നത് പോലെ. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതത്തിൽ ആർക്കും ഒരു ദോഷവും ചെയ്യാതെ ശുദ്ധമനസാക്ഷിയോടെ ജീവിക്കുക എന്നത് എത്ര ഭാഗ്യകരമായ അനുഭവമാണ്. ഞാൻ ഇന്ന് പകലിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. പൗലോസ് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. നിങ്ങൾക്കും എനിക്കും ആർജവത്തോടെ പറയാൻ കഴിയണം, ഞാൻ ഒരു മനുഷ്യനും ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് പറയാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയട്ടെ. ഇല്ലെങ്കിൽ നാം കലങ്ങും, നമ്മുടെ ഹൃദയം കലങ്ങും. നാം ആരോട് ദോഷം ചെയ്തോ ആ ആളെ കാണുമ്പോൾ. പൗലോസിന്റെ ശുശ്രൂഷ ജീവിതത്തെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കിക്കേ. പൗലോസിന്റെ ശുശ്രൂഷ ജീവിതത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് പൗലോസിന്റെ മേലുണ്ടായിരുന്ന ആത്മാഭിമാനത്തിന്റെയും ദൈവമുമ്പാകെയുള്ള നല്ല മനസാക്ഷിയുടെയും ധൈര്യമായിരുന്നു. ദൈവത്തിനു മഹത്വം. ഒരു ശുശ്രൂഷകൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ സമ്പാദ്യം എന്നത് നല്ല മനസാക്ഷിയാണ്. ദൈവത്തിനു മഹത്വം. ഹല്ലേലൂയ. എന്റെ നേരെ വിരൽ ചൂണ്ടി മറ്റൊരാൾക്ക് പറയാൻ കഴിയില്ല എന്ന ധീരതയോടെ പറയാൻ നമുക്ക് കഴിയട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ എറണാകുളത്തുള്ള ഒരു കൂട്ടായ്മയിൽ തിമോത്തിയോസിന്റെ ലേഖനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. 3-ാം അധ്യായത്തിലെത്തി. 2 മാസത്തിൽ 2 സാറ്റർഡേസ്. ഇംഗ്ലീഷ് ചർച്ചാണത്. അതിൽ ഒരു വാക്യം ഒരു ശുശ്രൂഷകന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയുമ്പോൾ, ശുശ്രൂഷകൻ എന്നത് ഞാനൊരു വിശ്വാസി എന്ന അർത്ഥത്തിൽ തന്നെ എടുക്കാം. ക്വാളിറ്റിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത പറയുന്ന 3-ാം അധ്യായത്തിൽ, ഒരുവൻ അധ്യക്ഷസ്ഥാനം കാംക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു. 3-ാം അധ്യായം 1-ാം വാക്യം എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു. 2-ാം വാക്യം മുതൽ ശുശ്രൂഷകന്റെ ക്വാളിഫിക്കേഷൻസ്, 15 ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. ശുശ്രൂഷകന്റെ ക്വാളിഫിക്കേഷൻസ്, ആദ്യത്തെ ക്വാളിഫിക്കേഷൻ, അധ്യക്ഷൻ നിരപവാദ്യനായിരിക്കണം. അപവാദത്തിന് ഉയരത്തിലായിരിക്കണം എന്ന് പറഞ്ഞാൽ അവന്റെ നേരെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ കഴിയരുത്. അതിന്റെ അർത്ഥം അപവാദം പറയത്തില്ലെന്നല്ല. നിങ്ങൾ ഒരു ദോഷവും ചെയ്യാതെ ആളുകൾ നിങ്ങളെ കുറിച്ച് കഥ പറയും. ആ പദത്തിന്റെ അർത്ഥം ബ്രിങ് ആൻ എവിഡൻസ് അഗൻസ്റ്റ് ഹിം. ഒരു തെളിവ് മുൻപിൽ കൊണ്ടുവെക്കണം. വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ പോരാ. അർത്ഥം മനസ്സിലായോ? യാക്കോബിന് ഏശാവിനെ ഭയപ്പെടാതിരിക്കാൻ സാധ്യമല്ല. കാരണം ഏശാവിന്റെ മുൻപിൽ തന്നോട് കാണിച്ച വഞ്ചനയുടെ തെളിവുണ്ട്. ദൈവപൈതലേ, ആരോട് നാം വഞ്ചന ചെയ്തോ, ആരോട് നാം ദോഷം ചെയ്തോ, ആ ആളുടെ സാന്നിധ്യം എന്റെ ഹൃദയത്തെ കലക്കും. 2, വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകട്ടെ. പ്രലോഭനങ്ങൾ ഹൃദയത്തെ കലക്കും. ടെംപ്റ്റേഷൻസ്. നമുക്ക് പരിചിതമാണ് വേദഭാഗം. ഉൽപ്പത്തി 39-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവൾ ദിനംപ്രതിയും യോസഫിനോട് പറഞ്ഞിട്ടും, ഞാൻ ആ വാക്കുകൾ മാത്രം എടുക്കുന്നു സമയത്തെ ലാഭിക്കാനായിട്ട്. ജോസഫ് was tempted every day. മറക്കരുത്, പ്രലോഭനങ്ങൾ ഹൃദയത്തെ കലക്കും. അതുകൊണ്ടാണ് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്, കുഞ്ഞെ, യൗവന മോഹങ്ങളെ വിട്ട് ഓടിപ്പോകണം. എന്നെ കേൾക്കുന്ന മാന്യ യൗവനക്കാരെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്.
നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു സെൽഫോൺ തരാൻ സാധ്യതയുള്ള പ്രലോഭനങ്ങളുടെ അളവെത്ര വലുതാണ്. എനിക്ക് 100 കണക്കിന് അനുഭവങ്ങളുണ്ട്. കൗൺസിലിങ്ങിന് വരുന്ന, ആത്മാവിൽ വിവേചിച്ച, ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയ 100 കണക്കിന് അനുഭവങ്ങളുണ്ട്. ആളുകൾ പ്രലോഭനങ്ങളിൽ വീണുപോയത്. പ്രലോഭനങ്ങൾ നമ്മുടെ ഹൃദയത്തെ കലക്കും. അതിനെ അതിജീവിക്കാൻ എന്തു ചെയ്യണമെന്നുള്ളത് നാം പിന്നാലെ പഠിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ സഹോദരി സഹോദരന്മാർ ഓർത്തുകൊള്ളണം, പ്രലോഭനങ്ങൾ മോഹങ്ങൾ ജനിപ്പിക്കും. മോഹം പാപത്തെ ജനിപ്പിക്കും. പാപം മരണത്തെ ജനിപ്പിക്കും. യാക്കോബിന്റെ ലേഖനത്തിലുണ്ട്, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. മോഹം മുഴുത്തിട്ട് പാപത്തെ പെറുന്നു. പാപം മുഴുത്ത് മരണത്തെ പ്രസവിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിന്റെ, വിശുദ്ധ ജീവിതത്തിന്റെ ആവശ്യകതയെ കുറിച്ചുള്ള ബോധ്യം ഞാൻ ഇന്ന് പകലിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. വചനത്തിന് വിട്ടുവീഴ്ചയില്ല. വിശുദ്ധ ജീവിതത്തിന്, ദൈവത്തിന് വിട്ടുവീഴ്ചയില്ല. ദൈവത്തിന് മഹത്വം. പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ സഹോദരന്മാർ, നിരവധി പേർ ഏകരായി പാർക്കുന്നവർ. നിങ്ങളുടെ കൂടെ പാർക്കുന്നത് പലപ്പോഴും യാതൊരു വിധമായ ദൈവാശ്രയവുമില്ലാത്ത, ദൈവഭക്തിയുമില്ലാത്ത അനേക ചെറുപ്പക്കാരായിരിക്കും. ഇതിന്റെ നടുവിൽ നിങ്ങൾക്ക് പ്രലോഭനങ്ങളുടെ വലിയ ശക്തികൾ നിങ്ങളുടെ മേൽ ആഞ്ഞടിക്കുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള ദൈവകൃപ ഈ വാക്യത്തിന്റെ 2ാം ഭാഗത്തിൽ നാം കാണുന്നുണ്ട്. ദൈവത്തിനു മഹത്വം. 3, കടം. ഫിനാൻഷ്യൽ ട്രബിൾസ് ഹൃദയം കലക്കും. അതൊന്നും സംശയമില്ലാത്ത കാര്യമാണ്. നാം ഭൂമിയിലല്ലേ പാർക്കുന്നേ. വാക്യം 2 രാജാക്കന്മാർ 4:1. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ഏലിശയോട് നിലവിളിച്ചു. There is no way. എന്റെ പ്രിയപ്പെട്ടവരെ, പലരും ഈ കടഭാരത്തിനകത്ത് പോയി വീഴുന്നത് സോഴ്സ് അറിയാതെ ചെലവാക്കിയിട്ട്. കിട്ടുന്നതിനകത്ത് ജീവിക്കാൻ വിശ്വാസികൾ പഠിക്കണം. ഇന്ന് രാത്രി നിന്റെ കടഭാരം കർത്താവ് തീർക്കും എന്നെല്ലാം വായി വരുന്ന, വിളിച്ചു പറയുന്നതൊക്കെ കേട്ട് മണ്ടന്മാരാകരുത്. ഇന്ന് രാത്രി നിനക്കൊരു അത്ഭുതം നടക്കും, നിന്റെ കടഭാരം ഇന്ന് രാത്രി കർത്താവ് തീർക്കും. എവിടെ തീർക്കാനാ? ഇത് വെറുതെ മനുഷ്യനെ പറ്റിക്കാൻ ആളുകൾ പറയുന്നതാണ്. ശ്രദ്ധിക്കൂ, നമ്മുടെ ജീവിതത്തിന്റെ സോഴ്സ് അനുസരിച്ച് ജീവിക്കാൻ നാം അഭ്യസിക്കണം. പൗലോസ് മനോഹരമായത് പറയുന്നുണ്ട്, സമൃദ്ധിയിലിരിപ്പാനും താഴ്ചയിലിരിപ്പാനും ഞാൻ പഠിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മെ ഇതാരും പഠിപ്പിച്ചു തരുന്നില്ല. നിങ്ങളുടെ വരവനുസരിച്ച്, ഏറ്റവും ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെയും എന്റെയും വരവനുസരിച്ച് ചെലവാക്കണം. കടഭാരം ഹൃദയം കലക്കും. എത്രയോ മനുഷ്യർ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്. പാസ്റ്ററെ, കടമാണ്. എങ്ങനെ കടം വന്ന്? അസുഖം വന്ന്, ദീനം വന്ന്, ഹോസ്പിറ്റലിൽ പോയി കടമായാൽ അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല. അല്ലാതെ 10,000, 80,000, 1,00,000 വിലയുള്ള മൊബൈലും കൊണ്ട് 10 പേരുടെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ഒത്തിരി പേര് നമ്മൾ കാണുന്നില്ലേ? നാട്ടിൽ അമ്മയും അപ്പനും കഞ്ഞു കുടിച്ചാ കഴിയുന്നേ. ലിവ് ഓൺ യുവർ സോഴ്സ്. കടഭാരം വരാതിരിക്കട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതിനുള്ള ബുദ്ധി തരട്ടെ, പരിജ്ഞാനം നൽകട്ടെ. കടം കയറി
ഉറക്കം നഷ്ടപ്പെട്ട നിരവധി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ ഈ വാക്യം എടുത്തത്. ഹൃദയം കലങ്ങരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവരുടെ സോഴ്സ് അനുസരിച്ച് ജീവിക്കാൻ പഠിപ്പിക്കണം. എന്നെ പെട്ടെന്ന് ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവം ഞാൻ പറയാം. ഒരു പട്ടണത്തിൽ ഞാൻ ശുശ്രൂഷിക്കാൻ ചെന്നപ്പോൾ എന്നെ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വിളിച്ചു. വർത്തമാനം പറഞ്ഞു വന്നപ്പോൾ എൻ്റെ ഒരു ബന്ധു കൂടിയായിരുന്നു. വർത്തമാനം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഒരു മകനേ ഉള്ളൂ, 2 പെൺകുട്ടികൾ, അവരെല്ലാം നല്ല നിലയിൽ ജീവിക്കുന്നു. ഞാൻ ചോദിച്ചു, നല്ലൊരു മനുഷ്യൻ അദ്ദേഹം. ഞാൻ ചോദിച്ചു, എന്തുവാ പ്രാർത്ഥിക്കണ്ടേ? അദ്ദേഹം മകനെ അപ്പുറത്തെ മുറിയിലോട്ട് മാറ്റിയിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു ആ മനുഷ്യൻ. പറഞ്ഞ, പാസ്റ്റർ, ഈ മകൻ എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അവൻ 1.5 ലക്ഷം രൂപയുടെ ബൈക്ക് വേണം. അവൻ എല്ലാ ദിവസവും ഹോട്ടലിൽ നിന്ന് ചിക്കൻ ബിരിയാണിയും മട്ടൺ ബിരിയാണിയും മേടിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ അവന് വീട്ടിലുള്ള സാധനമൊക്കെ എറിഞ്ഞു പൊട്ടിക്കുക. വർത്തമാനം പറഞ്ഞു വന്നപ്പോൾ മനസ്സിലാക്കുന്നത്, കുഞ്ഞിലെ പഠിപ്പിച്ചതാ. മക്കള് ചോദിക്കുന്നതൊക്കെ വാങ്ങിച്ചു കൊടുത്തല്ല മക്കളെ സ്നേഹിക്കേണ്ടത്. വീട്ടിലുള്ളത് കഴിച്ചു വളരാൻ മക്കളെ അഭ്യസിപ്പിക്കണം മാതാപിതാക്കൾ. എൻ്റെ മോന് കഞ്ഞി ഇഷ്ടമല്ല, എൻ്റെ മോന് ബർഗറെ ഇഷ്ടമുള്ളൂ, അതുകൊണ്ട് ഞാൻ ബർഗർ മേടിച്ചു കൊടുക്കും. That is not spirituality. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഡിസിപ്ലിൻഡ് ആയ ജീവിതം നയിക്കാൻ അഭ്യസിപ്പിക്കണം. എവിടുന്നാ കടഭാരം കയറിയത് അറിയില്ല എനിക്ക്. എലീശ പ്രവാചകന്റെ ശിഷ്യൻ എങ്ങനെ കടക്കാരനായെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒന്നെനിക്ക് മനസ്സിലായി, ഈ മനുഷ്യൻ ഈ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഒരു വലിയ ബർഡൻ സമ്മാനിച്ചിട്ടാ പോയെ. എന്നെ ശ്രദ്ധിക്കുന്ന പിതാക്കന്മാരോട് എന്നോട് ആത്മാവ് നിർബന്ധിക്കുന്നത് കൊണ്ട് പറയുക, നിങ്ങളുടെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഒരു വലിയ ബാധ്യത നൽകിയിട്ട് ഞാനും നിങ്ങളും മരിക്കാൻ ഇടവരരുത്. 4, 1 എഴുതുന്നവർക്ക് വേണ്ടി, 1 ഭീതി, 2 പ്രലോഭനം, 3 കടം, 4 രോഗം. രോഗം ഹൃദയത്തെ കലക്കും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. നമുക്കറിയാമല്ലോ, ഒരു ബയോപ്സിക്ക് നമ്മളുടെ ശരീരത്തിന്റെ ഒരു ഭാഗം എടുത്ത് അയച്ചാൽ നാം അനുഭവിക്കാൻ പോകുന്ന ടെൻഷൻ എന്താണെന്നും കലക്കം എന്താണെന്നും ആർക്കറിയാൻ വയ്യാത്തെ? മത്തായി 5:22 യായിറോസ് എന്നുള്ള പേരുള്ള മനുഷ്യൻ അവനെ കണ്ട് കാൽക്കൽ വീണു. അവന്റെ കാലിൽ വീഴുക. കാരണം യായിറോസ് കാലിൽ വീഴൂ. കാരണം ദീനമായി കിടക്കുന്നത് യായിറോസിന്റെ മകളാ. നമ്മളുടെ ഫോണിൽ എത്ര മെസ്സേജാ വരുന്നത് പ്രാർത്ഥിക്കാൻ. നാം അതെല്ലാം വായിച്ച് ചിലരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കും, ചിലരങ്ങ് ഇഗ്നോർ ചെയ്യും. പക്ഷെ നമ്മുടെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ, ആ പേര് നമ്മുടെ പ്രിയപ്പെട്ടവരായിരുന്നെങ്കിലോ? ഞാൻ ഇന്ന് പകലിൽ നിങ്ങളെ ഹൃദയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു വരുന്ന ഒരു സന്ദേശം പോലും ദയവേത് ഇഗ്നോർ ചെയ്യരുത്. ദൈവമക്കളെ, പ്ലീസ്. ഭക്തന്മാരുടെ പ്രാർത്ഥന കേട്ട് അത്ഭുതം ചെയ്യുന്നൊരു ദൈവത്തെ നമുക്ക് പരിചയമില്ലേ? പ്രാർത്ഥനയ്ക്ക് വേണ്ടി കേഴുന്ന മനുഷ്യർ ഹൃദയം കലങ്ങി തലമുറ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ ഹൃദയം കലങ്ങി യായിറോസ് വന്ന് വീഴുകയാണ് കർത്താവിന്റെ കാൽക്കൽ.
ഞാൻ ഈ സംഭവങ്ങളൊന്നും വിവരിക്കാത്തത് എന്റെ സന്ദേശത്തിൽ കേന്ദ്രീകരിച്ച് നിൽക്കണമെന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ട്. അഞ്ചാമത്തെ പാഠം, ശത്രുഭീതി. ഇതൊക്കെ ലൈഫ് റിയാലിറ്റീസാ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. നമ്മുടെ ഓഫീസിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാള് നമ്മെ ഉപദ്രവിക്കാൻ എല്ലാ അവസരങ്ങളും ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ, എനിക്കറിയില്ല, പരിശുദ്ധാത്മാവിനെ എന്നോട് നിർബന്ധിക്കുകയാണ് ഇങ്ങനെ പങ്കുവെക്കാൻ. നിങ്ങൾ ഓരോ ദിവസവും ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ എന്തൊരു ടെൻസ്ഡ് ആയിരിക്കും നിങ്ങൾ. ഇന്ന് രാവിലെ എന്നെ ഒരു ദൈവദാസൻ വിളിച്ച് പറയുകയാണ്, പാസ്റ്ററെ, എന്നെ നിർബന്ധിച്ച് നാട്ടിൽ നിന്ന് ഗൾഫിൽ കൊണ്ടുവന്നു പാസ്റ്ററാകാൻ. വന്നപ്പോൾ മുമ്പിരുന്ന പാസ്റ്റർ എന്നെ അങ്ങേയറ്റം ഉപദ്രവിക്കുകയാണ്. എന്തോ ഒരു കലങ്ങിയ ഹൃദയമായിരിക്കും ആ മനുഷ്യന്റെ. I felt so sad. നമ്മെ ഉപദ്രവിക്കാൻ, നമ്മെ താഴ്ത്തിക്കെട്ടാൻ, നമ്മെ ഒതുക്കിക്കളയാൻ ഏതെല്ലാം അവസരങ്ങളുണ്ടോ അതെല്ലാം ഉപയോഗിക്കുന്ന മനുഷ്യൻ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഹൃദയം കലങ്ങിപ്പോകത്തില്ലേ? തെളിവ് 1 രാജാക്കന്മാർ 19:4. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണേ. ഇവിടെ ഒരു പ്രധാന പാഠമുണ്ട്. പാസ്റ്റ് എക്സ്പീരിയൻസ് may not be enough for present trouble. ഞാൻ ആവർത്തിക്കുന്നു, പാസ്റ്റ് എക്സ്പീരിയൻസ് may not be enough for present trouble. ആഹാബിന്റെ മുൻപിൽ ധീരതയോടെ നിന്നതല്ലേ ഏലിയാവ്? അതല്ലേ പാസ്റ്റ് എക്സ്പീരിയൻസ്. പക്ഷെ ഇസബേലിന്റെ ഭീഷണി എന്ന ഈ പ്രസന്റ് ട്രബിളിനെ നേരിടാൻ പാസ്റ്റ് എക്സ്പീരിയൻസ് പോരാ. ഞാൻ ഇന്ന് പകലിൽ ദൈവമക്കളെ പ്രബോധിപ്പിക്കുകയാണ്. മുൻകാല അനുഭവങ്ങളുടെ ചൂടുകൊണ്ട് ഇന്നത്തെ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാമെന്ന് ധരിച്ചാൽ തെറ്റിപ്പോയി. ഇന്ന് പകലിൽ പുതിയ ദൈവകൃപ വേണം. നിന്റെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളെ അതിജീവിക്കാൻ പഴയ കഥകൾ പറഞ്ഞിരുന്നാൽ പോരാ. ഇന്ന് പകൽ ഒരു പുതിയ ദൈവശക്തിക്കായി ദൈവത്തോട് നിലവിളിക്കണം. രക്തം ജയം. ശ്രദ്ധിച്ചേ, ഭീതി, പ്രലോഭനം, കടഭാരം, രോഗം, ശത്രുഭീതി. ഇത് പുറമേയുള്ള കാര്യങ്ങളാണ്. ഇനി അകത്തോട്ട് വന്നാലോ? ഒറ്റപ്പെടൽ ഹൃദയത്തെ കലക്കും. ലോൺലിനെസ്. എനിക്ക് തോന്നി ഒറ്റപ്പെടൽ എന്നത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ദൈവദാസന്മാരാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കറിയത്തില്ല, ഇതൊരു ആത്മാവിന്റെ നിയോഗത്തിലാണോ ഇത് പറയുന്നത്. പാസ്റ്റർ വിൽസണ് തന്റെ സങ്കടങ്ങളെല്ലാം ഏതെങ്കിലും വിശ്വാസിയോട് പങ്കിടാൻ പറ്റും? പറ്റില്ല. ഒരു ശുശ്രൂഷകന് പരിമിതിയുണ്ട് തൻ്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ പങ്കിടുന്നതിന്. ഒറ്റപ്പെടലിന്റെ ഏറ്റവും വലിയ ആഴം അനുഭവിച്ച മനുഷ്യൻ യേശു കർത്താവിനെ ഞാൻ മാറ്റിവെക്കുന്നു. യേശു കർത്താവാണ് ഏറ്റവും വലിയ ഒറ്റപ്പെടൽ അനുഭവിച്ച. എന്നാൽ മനുഷ്യരെന്ന നിലയിൽ തിരുവഴുത്തിൽ
ഏറ്റവും ആഴമേറിയ ഒറ്റപ്പെടൽ അനുഭവിച്ച മനുഷ്യൻ എന്റെ കാഴ്ചപ്പാടിൽ പൗലോസാണ്. വാക്യം 2 തിമോത്തിയോസ് 1:15. ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ട് പൊയ്ക്കളഞ്ഞു. നിങ്ങളെ വാക്യമൊക്കെ ഇരുന്നൊന്ന് ധ്യാനിക്കണം. പൗലോസിന്റെ അവസാനത്തെ കത്താണിത്. 2 തിമോത്തി. ശുശ്രൂഷയുടെ അവസാന ദിനങ്ങളിലെ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ പൗലോസിന്റെ മരണമൊഴിയ. കഴിഞ്ഞ 30-ലേറെ വർഷത്തെ ശുശ്രൂഷയുടെ ആകെ തുക ഈ മനുഷ്യൻ പറയുക. ഹാസ്യക്കാർ എല്ലാവരും എന്നെ വിട്ട് പോയി കളഞ്ഞു. എന്റെ വിചാര മനുഷ്യന്റെ കണ്ണിക്കൂടെ കണ്ണുനീരല്ല, രക്തമായിരിക്കും ഒഴുകിയത് ഇത് കുറിക്കുമ്പോൾ. പൗലോസ് ശുശ്രൂഷയിൽ കാണിച്ച ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തത, ഒരു മനുഷ്യനോട് പോലും തന്റെ ആവശ്യങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും പറയാതെ, തനിക്ക് ഞെരുക്കം വന്നപ്പോൾ കൈകൊണ്ട് വേല ചെയ്ത മനുഷ്യനാണ് അദ്ദേഹം. അത്രമാത്രം ശുശ്രൂഷയിൽ വിശ്വസ്തത കാണിച്ച മനുഷ്യനോട് അദ്ദേഹം ദൈവമക്കളെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാരം എന്തായിരുന്നു? ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പ്രസവ വേദനപ്പെടുന്ന എന്റെ കുഞ്ഞുങ്ങളെ, ഞാനിന്ന് പകൽ പറയാം, ഓരോ ശുശ്രൂഷയും ഓരോ വചനം പങ്കിടലും വിശ്വസ്തനായ ഒരു ദൈവദാസൻ നൽകുന്നത് തന്റെ ഹൃദയം പൊട്ടിയായിരിക്കും. അതിനെ ലഘുവായി കാണല്ലേ ദൈവമക്കളെ. ഹാസ്യക്കാർ എല്ലാവരും എന്നെ വിട്ട് പോയിക്കളഞ്ഞു. You go through this experience. നിങ്ങളുടെയും എന്റെയും എല്ലാം ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇതുപോലെ എത്ര അനുഭവങ്ങളാ. എന്തിനാണ് ഇതെല്ലാം? 14-ാം അധ്യായം 1-ാം വാക്യം 2-ാം ഭാഗത്തിൽ നാം കാണാൻ പോകുന്നുണ്ട്. എന്തിനാണ് നാം ഇതിലിവിടെയൊക്കെ പോകുന്നത്? എന്തിനാ ദൈവദാസ ഈ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത്? എന്തിനാ ദൈവപൈതലെ നിന്നെ ആരും മനസ്സിലാകാതിരിക്കുന്നത്? എന്തിനാ കുഞ്ഞെ നിന്റെ വിശ്വസ്തത മനസ്സിലാക്കാൻ നിന്റെ മേലധികാരിക്ക് കഴിയാതെ പോകുന്നത്? എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പെൺകുട്ടി ഒരു ദിവസം എന്നെ വിളിച്ച് വാവിട്ട് കരഞ്ഞിട്ട് പറയുകയാണ്, പാസ്റ്ററെ, ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എന്റെ മേലധികാരി എന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നിന്നെ ഈ ഫ്ലോറിൽ നിന്ന് മാറ്റിയിരിക്കുന്നു, നീ മറ്റൊരു ഫ്ലോറിൽ ഇന്ന് മുതൽ ജോലി ചെയ്യണം. അവള് ചോദിച്ചു, എന്താ കാര്യം? മേലധികാരി പറഞ്ഞു, ഒരു കാരണവുമില്ല. അന്ന് ജോലി കഴിഞ്ഞ് വന്നിട്ട് അവളും ഭർത്താവും കൂടെ എന്നെ വിളിച്ചിട്ട് ഈ പെൺകുട്ടി വർത്തമാനം പറയാൻ പോലും പറ്റുന്നില്ല. അവള് വാവിട്ട് കരയുക. പറയാ, പാസ്റ്റർ, ഐ വാസ് വെരി ഫെയ്ത്ത്ഫുൾ ഇൻ മൈ വർക്ക്. എന്റെ ജോലിയിൽ അങ്ങേയറ്റം വിശ്വസ്തയാണ്. എന്നിട്ടും എന്തിനാണെന്ന് ചോദിച്ചിട്ട് പോലും കാരണം പറയാതെ എന്നെ താഴ്ത്തിയിരിക്കുന്നു അവർ. ദൈവപൈതലേ, ഈ ലോകം നിനക്ക് തരുന്ന സമ്മാനം കണ്ട് കലങ്ങിപ്പോകരുത്, കലങ്ങിപ്പോകരുത്. ഒറ്റപ്പെടലിന്റെ തീവ്രത അനുഭവിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുമ്പോഴായിരിക്കും. ഞാൻ ആവർത്തിക്കുന്നു,
ഒറ്റപ്പെടലിന്റെ തീവ്രത നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുമ്പോഴായിരിക്കും. ഹല്ലേലൂയ. വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. 7-ാമത്തെ പാഠം, ശുശ്രൂഷയിൽ ഹൃദയം കലങ്ങിപ്പോകും. എനിക്ക് വളരെ പ്രിയനായ ഒരു പാസ്റ്റർ ഒരു ഞായറാഴ്ച രാവിലെ എനിക്ക് ഫോൺ ചെയ്തു. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സഭയിലെ പാസ്റ്റർ ആയിരുന്നു അന്ന് അദ്ദേഹം. വിളിച്ചിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ സഭായോഗത്തിന് കയറാൻ പോവാ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ പ്ലീസ്. ഞാൻ ചോദിച്ചു, എന്താ പാസ്റ്ററെ? അദ്ദേഹം പറയാണ്, ഐ എം സോ ഡിസ്റ്റർബ്ഡ്, എന്റെ ഹൃദയം വല്ലാതെ തകർന്നിരിക്കുന്നു. ശുശ്രൂഷയിൽ ഒരു ദൈവദാസൻ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം വിശ്വാസികൾ ഗ്രഹിച്ചിട്ടുണ്ടോ? നമുക്ക് എന്ത് കാരണവും പറഞ്ഞ് കുറ്റം കണ്ടുപിടിക്കാം. പക്ഷെ ഒരു ശുശ്രൂഷകൻ ശുശ്രൂഷയിൽ അനുഭവിക്കുന്ന ടെൻഷൻ തെളിവ് കാണിക്കാം ഞാൻ. 2 തിമോത്തി 4:15. എന്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. എന്തിനാ കുഞ്ഞെ തിമോത്തിയോസേ ഞാൻ നിനക്കിത് എഴുതുന്നത്? എന്റെ മരണമൊഴിയായിട്ട് ഞാൻ നിനക്ക് എന്തിനാ ഇത് എഴുതുന്നെന്നറിയാമോ? ഈ ശുശ്രൂഷ ജീവിതത്തിൽ നമ്പാൻ കൊള്ളാവുന്ന, ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരു മനുഷ്യനുമില്ല. ഇന്ന് നല്ലതെന്ന് പറയുന്നവർ നാളെ തീയതെന്ന് പറയും. ഇന്ന് തീയതെന്ന് പറയുന്നവർ നാളെ നല്ലതെന്ന് പറയും. എന്നാൽ പൗലോസ് അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട്, കർത്താവ് എനിക്ക് തുണ നിന്നു. ഈ പകലിൽ എന്റെ ദീർഘവർഷത്തെ ശുശ്രൂഷ അനുഭവത്തിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കട്ടെ. വിശ്വസ്തയോടെ കർത്താവിന്റെ വേല ചെയ്താൽ, പരമാർത്ഥ ഹൃദയത്തോടെ കർത്താവിന് വേണ്ടി നിലനിന്നാൽ, ലോകത്തിലെ മുഴുവൻ മനുഷ്യരും കൈവിട്ടാലും കൈവിടാത്ത കർത്താവിന്റെ കരം നമ്മോട് കൂടെ ഉണ്ട്. ഞാൻ എൻ്റെ ചെറുപ്പക്കാരായ സഹോദരങ്ങളെ പ്രബോധിപ്പിക്കാൻ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്ന ഒരു അനുഭവം പറയാം. 95 മുതൽ 99 വരെ ഞാൻ പൂനായിലാണ് എൻ്റെ ജോലിയോടുള്ള ബന്ധത്തിലായിരുന്നു. ആദ്യമായിട്ടാണ് അന്ന് കേരളത്തിന് വെളിയിൽ പോയി ജോലി. 95 എനിക്കറിയില്ല, അവിടുത്തെ രീതികളൊന്നും അറിയില്ല. മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ ഉത്സവമാണ് ഗണേഷ് ചതുർത്ഥി. വലിയ ബഹളമാണ്. ഒരു ദിവസം എൻ്റെ മേലധികാരി എന്നെ വിളിച്ചു പറഞ്ഞു, പൂജയുണ്ട് ഓഫീസിൽ, പൂജയ്ക്ക് ചെലവിനായിട്ട് 1000 രൂപ തരണം. എല്ലാവരും കൊടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് തരാൻ പറ്റില്ല, ഞാനിത് വിശ്വസിക്കുന്നില്ല. ഇപ്പൊ അയാൾ കരുതി ഞാൻ നിരീശ്വരവാദിയാണ്. അയാൾ പറഞ്ഞു, വിശ്വസിക്കുന്നില്ല, വേണ്ട, തരണ്ട, പക്ഷെ പൂജയ്ക്ക് വരണം, അത് നിർബന്ധമാണ്. ഞാനൊന്നും പറഞ്ഞില്ല, യേസും പറഞ്ഞില്ല, നോയും പറഞ്ഞില്ല. സ്വാഭാവികമായിട്ടും പൂജയ്ക്ക് പോയില്ല. അടുത്ത ദിവസം ഓഫീസിൽ ചെന്നു. എൻ്റെ സീറ്റിൽ ഞാൻ ചെന്നിരുന്ന ഉടനെ പിയൂൺ വന്ന് പറഞ്ഞു, മേലധികാരി വിളിക്കുന്നു. ഞാൻ ആ മുറിയിൽ ചെന്നു. ആ മനുഷ്യൻ വളരെ ക്ഷുഭിതനായി എന്നെ വളരെ ആക്ഷേപിച്ചു. എന്നിട്ട് പറഞ്ഞു, ഐ വിൽ സീ ദാറ്റ് യു ആർ ഷണ്ടഡ് ഔട്ട് ഫ്രം പൂന. നിന്നെ ഈ പൂനായിൽ നിന്ന് ഞാൻ തെറിപ്പിക്കുന്നത് ഞാൻ കാണിച്ചു തരാം.
ഞാൻ പൂനായിൽ ആ സമയത്ത് ഒരാഴ്ച 5 യോഗം നടത്തുന്നുണ്ട്. 5 ഏറിയായി ഓടി നടന്ന് വിശ്രമമില്ലാതെ കർത്താവിന്റെ വേല ചെയ്യുക. ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല സ്കൂളിൽ പഠിക്കുന്നു, ഞങ്ങൾ നല്ല ഏറിയയിൽ താമസിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇവിടുന്ന് എങ്ങാനും വല്ല ഗ്രാമത്തിലോട്ട് വല്ലതും സ്ഥലം മാറ്റിയാൽ എന്തോ ചെയ്യും നമ്മൾ. ഏപ്രിൽ മാസത്തിലാണ് സ്ഥലം മാറ്റത്തിന്റെ ഉത്തരവ് വരുന്നത്. ഞങ്ങൾ ആ ഏപ്രിൽ ആദ്യ ദിവസങ്ങളിൽ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. കുഞ്ഞുങ്ങളെ 2 പേരും വളരെ ചെറുതാ, അവരെയും ഉപവസിപ്പിച്ചു. ഓർഡർ വരുന്ന ദിവസങ്ങളായി. ഓർഡർ മേലധികാരിയുടെ മേശപ്പുറത്ത് വന്നു. പ്രൈവറ്റ് ആൻഡ് കോൺഫിഡൻഷ്യൽ എഴുതിയ കവറാണ്. എൻ്റെ പ്യൂൺ ഓടി വന്നും പറഞ്ഞു, സാർ ആകെയാ സാർ വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ സംഭവമൊക്കെ ഓഫീസിനകത്ത് മുഴുവൻ അറിഞ്ഞു. 60 എംപ്ലോയീസ് ഉണ്ട് അതിനകത്ത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ പ്യൂൺ തന്നെ ഓടി വന്ന് പറയാണ്, സാർ ആപ്നെ ക്യാ കിയ, സാർ താങ്കൾ എന്ത് ചെയ്തു? എന്റെ പേര് ജക്തപ്പ് എന്നാണ്. ജക്തപ്പ് ക്യാ ഹോ ഗയാ, എന്ത് സംഭവിച്ചു? സർ ആപ്കോ ട്രാൻസ്ഫർ നെയ്, ബഡാ ബോസ് കോ ട്രാൻസ്ഫർ ഹോ ഗയാ. സാറേ, താങ്കൾക്കല്ല സ്ഥലം മാറ്റം, ബഡാ ബോസിനാണ് സ്ഥലം മാറ്റം. ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് ഉറപ്പോടെ പറയാം, യു ക്യാൻ ട്രസ്റ്റ് ദിസ് ഗോഡ്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരു ദൈവത്തെയാ ഞാനും നിങ്ങളും സേവിക്കുന്നത്. ശുശ്രൂഷയിൽ ക്ഷീണിച്ചു പോകരുത്, വിശ്വാസ പ്രമാണങ്ങളിൽ ക്ഷീണിച്ചു പോകരുത്, വേർപെട്ട ജീവിതത്തിൽ ക്ഷീണിച്ചു പോകരുത്, വചനത്തിന്റെ നിലനിൽപ്പിൽ ക്ഷീണിച്ചു പോകരുത്. എനിക്ക് കാണാം അനേക ദൈവമക്കളുടെ കണ്ണുകൾ നിറയുന്നത്. ദൈവപൈതലേ, നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു പാഠം കൂടെ വേഗം പറയാം, ഏറ്റവും സുപ്രധാനമായ പാഠം. മനുഷ്യന്റെ ഹൃദയം കലക്കുന്ന ഏറ്റവും ഭീകരമായതൊന്ന്, അതിന്റെ പേര് പാപം. പാപം. റോമാലേഖനം 7-ാം അധ്യായം 24-ാം വാക്യം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. വിവരിക്കാൻ എനിക്ക് സമയം പോരാ. ഞാൻ മാനസാന്തരപ്പെട്ട വേദഭാഗമാണിത്. മനുഷ്യന്റെ അന്തർലീനമായിട്ടുള്ള യുദ്ധത്തിന്റെ രേഖയാണ് റോമാലേഖനം 7-ാം അധ്യായം. പാപം ഹൃദയത്തെ കലക്കും ദൈവപൈതലേ. അതുകൊണ്ടാണ് തിരുവെഴുത്ത് ആവശ്യപ്പെടുന്നത്, പാപത്തെ ജയിച്ച് ജീവിക്കണം. Every sin has its consequence. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പകലിൽ ഞാൻ പ്രബോധിപ്പിക്കുകയാണ്. ജീവിതത്തിന്റെ മുഴുവൻ താളവും തെറ്റിക്കും പാപം. ജീവിതത്തിന്റെ മുഴുവൻ ക്രമവും തെറ്റിക്കും പാപം. ജീവിതത്തിന്റെ മുഴുവൻ സമാധാനവും തെറ്റിക്കും പാപം. വേഗത്തിൽ ക്രോഡീകരിക്കട്ടെ ഈ പറഞ്ഞ ഭാഗങ്ങൾ. 8 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു. 1, ഭീതി. 2, പ്രലോഭനങ്ങൾ. 3, കടഭാരം, ഫിനാൻഷ്യൽ പ്രോബ്ലംസ്. 4, രോഗം. 5, ശത്രുഭീതി. 7, ഏകാന്തത, ഒറ്റപ്പെടൽ. 6, ഒറ്റപ്പെടൽ. 7, ശുശ്രൂഷ. 8, പാപം.
ശ്രദ്ധിക്കൂ, ഇതിനെല്ലാറ്റിനും ഒരേ ഒരു പരിഹാരം. 14-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് എന്ന് പറഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് അല്ല, ഒരു സെമി കോളൻ ഇട്ടിട്ട് കർത്താവ് പറയുകയാണ്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. You can overcome all this by trusting God and me. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും, ജീവിതത്തിലെ എല്ലാ കലക്കത്തെയും അതിജീവിക്കാൻ കഴിയുന്ന ഒറ്റ മാർഗമേ ഉള്ളൂ. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. ഹല്ലേലൂയ. ആ വാക്യത്തിന്റെ മുൻപിൽ മുട്ടുകുത്താൻ നമുക്ക് തോന്നട്ടെ. You need nothing else but God, God alone. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലാണ് എന്നെ കേൾക്കുന്ന നിങ്ങളായിരിക്കുന്നതെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, മറ്റൊന്നും വേണ്ട, ദൈവം മാത്രം മതി, ദൈവം മാത്രം മതി. എൻ്റെ ജീവിതയാത്രയിൽ എത്ര അനുഭവങ്ങൾ എനിക്ക് നിങ്ങളോട് പങ്കിടാൻ കഴിയുമെന്നോ. കേട്ടാൽ ആളുകൾ വെറും കെട്ടുകഥയാണെന്ന് പറയുമാറുള്ള അനുഭവങ്ങൾ. ജസ്റ്റ് ട്രസ്റ്റ് ഗോഡ്, ജസ്റ്റ് ട്രസ്റ്റ് ഗോഡ്. മുൻവിധികളില്ലാതെ, കണക്കുകൂട്ടലുകളില്ലാതെ, പ്ലാനിങ്ങുകളില്ലാതെ, ജസ്റ്റ് ട്രസ്റ്റ് ഗോഡ്. എന്നെ കേൾക്കുന്ന യൗവനക്കാരായ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഇന്ന് പകലിൽ ഹൃദയപൂർവ്വം പറയുകയാണ്, ഈ സന്ദേശം കഴിയുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് മുട്ടുകുത്തി പറയാൻ നിങ്ങൾക്ക് കഴിയട്ടെ, കർത്താവേ, ഞാൻ നിന്നിൽ മാത്രം വിശ്വസിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പകലിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. He is a God you can trust all the time. ഇനി ഈ സന്ദേശത്തിന്റെ 2-ാം ഭാഗം ഞാൻ വേഗത്തിൽ പറയാം. എന്തുകൊണ്ട് വിശ്വസിക്കണം? ദൈവത്തെ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്തുകൊണ്ട്? What for? 7 പാഠങ്ങൾ വേഗത്തിൽ പറയാം. 1, He has given an assurance. അവൻ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. മത്തായി 11:28, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. He has given an assurance. ശ്രദ്ധിക്കൂ, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. പെന്തക്കോസിൽ വിശ്വസിക്കണമെന്നല്ല പറയുന്നത്, കൂടി വരുന്ന സഭയിൽ വിശ്വസിക്കണമെന്നല്ല പറയുന്നത്, ഒരു ശുശ്രൂഷകളിൽ വിശ്വസിക്കണമെന്നല്ല പറയുന്നത്. Christianity is not a corporate religion. Christianity is a personal religion. വ്യക്തിപരമായ ബന്ധത്തിന്റെ മാർഗമാണ് ക്രിസ്തു മാർഗം. ഒരു സാമൂഹ്യ അനുഭവമല്ല ക്രിസ്തു മാർഗം. എന്നിൽ വിശ്വസിപ്പിൻ. 1-ാമത്തെ പാഠം, സമയം പോകുന്നത് കൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. 1-ാമത്തെ പാഠം, He has given an assurance. അവൻ അവിടുന്ന് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്.
2, he is the strongest. അവനാണ് ഏറ്റവും ശക്തിയുള്ളത്. വാക്യം യെശയ്യാവ് 59:1, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. It's the strongest hand. നിങ്ങൾക്ക് ഓർമ്മയില്ലേ ദൈവശക്തിയെ കുറിച്ചുള്ള വേദപുസ്തകത്തിലെ ആദ്യത്തെ ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ? ദൈവശക്തിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആദ്യത്തെ വെളിപ്പെടുത്തൽ ഉൽപ്പത്തി 17:1. ദൈവം അബ്രഹാം ആയിട്ടില്ല, അബ്രാമിനോട് പറയുകയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. അതിന്റെ അർത്ഥം എന്താണ്? അതൊരു ദീർഘമായി നമുക്ക് വിവരിക്കേണ്ട ഒരു ഭാഗമാണ്. എന്താ അതിന്റെ അർത്ഥം? ലളിതമായി പറഞ്ഞാൽ, നിന്നോടുള്ള എന്റെ വാഗ്ദത്തം നിറവേറാൻ അബ്രാമേ നിന്റെ ശക്തി ആവശ്യമില്ല. ഐ ആം ദ സോവറിൻ ഗോഡ്. ഞാൻ സർവശക്തനാണ്. ഞാൻ ഈ പകലിൽ ആത്മനിയോഗത്തിൽ ഓർമ്മിപ്പിക്കാം, ദൈവ പൈതലേ, ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ചെയ്യാനുള്ള സകലത്തിലും നിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആവശ്യമില്ല. ദൈവം തന്നെ അത് ചെയ്യും. ഹല്ലേലൂയ. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എഴുന്നേറ്റ് നിന്നൊന്ന് ആരാധിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ ദൈവം സർവശക്തനാണ്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം തന്റെ കൈ കുറുകിയിട്ടില്ല. വിവരിക്കാൻ എനിക്ക് ആശയുണ്ട്. തിരുവഴുത്തിലെ എത്ര സംഭവങ്ങൾ. ബൈബിൾ ഈസ് എ ബുക്ക് ഓഫ് എവിഡൻസസ്. തെളിവുകളുടെ ഗ്രന്ഥമാണിത്, തെളിവുകളുടെ ഗ്രന്ഥം. ഹല്ലേലൂയ. മൂന്നാമത്തെ പാഠം, ഞാൻ അനാഥനല്ല എന്ന ബോധ്യം. യോഹന്നാൻ 14:18, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നമ്മൾ നേരത്തെ പഠിച്ചതുമായിട്ട് ഇത് കണക്ട് ചെയ്യണം. ആസ്യക്കാർ എല്ലാവരും കൈവിട്ടു. എന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല. പക്ഷേ എന്നെ അനാഥനായി കൈവിടാത്ത ഒരാൾ മുകളിലുണ്ട്. ഐ സെർവ് എ ലിവിംഗ് ഗോഡ്. ഇന്ന് പകൽ എന്റെ പ്രിയപ്പെട്ട ദൈവദാസ, നിന്നെ കൈവിടാത്തൊരു ദൈവമുണ്ടെന്ന ബോധ്യമാണ് ശുശ്രൂഷയുടെ ജയത്തിന്റെ ആധാരം. രക്തത്താൽ ജയം. You are not alone. എനിക്ക് ആരും തുണ നിന്നില്ല എന്നത് വാസ്തവമാണെങ്കിലും ഞാനിവിടെ ഒറ്റയ്ക്കല്ല. ഒറ്റയ്ക്കല്ല. എന്നെ അനാഥനായി വിടുകയില്ലെന്ന് വാക്കു പറഞ്ഞവൻ എന്റെ ജീവിത യാത്രയിൽ എന്റെ കൂടെയുണ്ട്. രക്തം ജയം. നാലാമത്തെ പാഠം, 7 പാഠങ്ങൾ. ഏതു സാഹചര്യത്തിലും കൈവിടത്തില്ല. ഏത് സാഹചര്യം. വാക്യം യെശയ്യാവ് 43:2-3. നിങ്ങൾക്ക് അറിയാവുന്ന വാക്യം. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികൾ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മേലെ കവിയില്ല. നീ തീയിൽ കൂടി നടന്നാൽ നീ വെന്തു പോകത്തില്ല. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ എന്നാണ്, കടന്നാലെന്നല്ല. നീ നദികൾ കൂടി കടന്നാലെന്നല്ല, നീ നദികൾ കൂടി കടക്കുമ്പോൾ you will face troubles. നദിയും വെള്ളവും തീയും ഒക്കെ ഉണ്ട് ഈ ജീവിതയാത്രയിൽ. ജീവിതയാത്രയിൽ പ്രതിസന്ധികളുണ്ട്. പക്ഷേ ഏത് സാഹചര്യത്തിലും ഞാൻ നിന്നോട് കൂടെയുണ്ട്.
ഇതിനോട് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ഇതിന്റെ അർത്ഥം ജീവിതത്തിൽ ഭൂമിയിൽ പാർക്കും കാലമെല്ലാം സുരക്ഷിതമായിരിക്കുമെന്നല്ല. കർത്താവ് അത് തെളിയിച്ചിട്ടുണ്ട് തിരുവെഴുത്തിൽ. പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ സ്തേഫാനോസ് കൊല്ലപ്പെട്ടു. 12-ാം അധ്യായത്തിൽ യാക്കോബ് കൊല്ലപ്പെട്ടു. ദൈവം അനങ്ങിയില്ലല്ലോ. ദൈവത്തിന് ബോധ്യപ്പെടുത്തണമായിരുന്നു തന്റെ ശിഷ്യന്മാരെ, നിങ്ങൾ ഈ പ്രതിസന്ധികളെല്ലാം അഭിമുഖീകരിക്കേണ്ടി വരും, പക്ഷേ ഞാൻ നിങ്ങളോട് കൂടിയിരിക്കും. ദൈവ പൈതലേ, ഈ ജീവിതയാത്രയിൽ ഏത് സാഹചര്യത്തിൽ നാം പോയാലും എന്നോടൊപ്പം എൻ്റെ ദൈവമുണ്ട് എന്ന ബോധ്യം. 6-ാമത്തെ ഭാഗം എബ്രായർ 13:5. 13:5 5-ാമത്തെയാണ് പറഞ്ഞല്ലേ. എബ്രായർ 13:5, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ഐ ലവ് ദറ്റ് വേഴ്സ്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നു. ഒരു ഏജന്റ് വന്ന് പറഞ്ഞതല്ല, ഒരു പ്രതിനിധി വന്ന് പറഞ്ഞതല്ല, അവൻ തന്നെ അരുളി ചെയ്തു. ഹല്ലേലൂയ. 6-ാമത്തത്, he is the nearest. അവൻ ഏറ്റവും അടുത്തുണ്ട്. സങ്കീർത്തനം 46:1 നമുക്ക് പരിചിതമായ ഭാഗം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. ഞാൻ ഇന്ന് പകലിൽ നിങ്ങളോട് വചനം ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ അകത്തൊരു ബോധ്യം വേണം. നിങ്ങളെക്കാൾ അടുത്ത്, എനിക്കേറ്റവും അടുത്ത് ഞാൻ ആരെക്കുറിച്ച് പ്രസംഗിക്കുന്നുവോ ആ കർത്താവിൻ്റെ അടുത്തുണ്ട്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും നാം ഓർക്കേണ്ട കാര്യം, അവൻ എൻ്റെ അടുത്തുണ്ട്. He is with me all the time. ഞാൻ എൻ്റെ സന്ദേശം അവസാനിപ്പിക്കട്ടെ. 7-ാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പാഠം, He never changes. അവന് മാറ്റമില്ല. എബ്രായർ 13:8, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. സ്നേഹിതരെല്ലാം മാറിപ്പോകും. യാക്കോബിന്റെ ലേഖനത്തിൽ യാക്കോബ് പറയുന്ന മനോഹരമായ പദമുണ്ട്, ഗതിഭേദത്താൽ ആച്ഛാദനം സംഭവിക്കാത്തവൻ. കാലഗതികൾ മാറുമ്പോൾ, സാഹചര്യങ്ങൾ മാറുമ്പോൾ, സ്നേഹിതരും കൂടപ്പിറപ്പും മക്കളും അപ്പനും അക്കയും ഒക്കെ മാറിയേക്കാം. എന്നാൽ മാറാത്തവനായി, മാറ്റമില്ലാത്തവനായി ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ ഹൃദയം കലങ്ങുന്നുണ്ടോ ഇന്ന് പകലിൽ? ഹൃദയം കലങ്ങിയാണോ ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കാൻ കയറി വന്നത്? കുഞ്ഞെ, നിന്നോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടാണ് ഈ പകലിൽ കേട്ടത്. ദൈവത്തിൽ വിശ്വസിപ്പീ. ദൈവത്തിൽ വിശ്വസിപ്പാൻ തെളിവുകളുടെ ആവശ്യമില്ല. ദൈവത്തെ വിശ്വസിപ്പാൻ ആരും പഠിപ്പിച്ചു തരണ്ട. റോമാലേഖനം 1-ാം അധ്യായത്തിൽ ദൈവത്തെ വിശ്വസിക്കാൻ ആകാശത്ത് നോക്കിയാൽ മതിയെന്ന പൗലോസ് പറയുന്നത്. അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ദൃശ്യലോകത്തിൽ തെളിവായി വരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഇത്ര ശ്രേഷ്ഠമേറിയൊരു ജീവിതം, ക്രിസ്തീയ ജീവിതം പോലെ അനുഗ്രഹീതമായൊരു ജീവിതം, ക്രിസ്തീയ ജീവിതം പോലെ സമ്പന്നമായൊരു ജീവിതം,
ക്രിസ്തീയ ജീവിതം പോലെ ബോധ്യമുള്ളൊരു ജീവിതം, ക്രിസ്തീയ ജീവിതം പോലെ ധൈര്യം പകരുന്ന ഒരു ജീവിതം മറ്റൊരു ജീവിതമില്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ വിൽസൺ.